ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ലൈവിനകത്ത് മുൻഷി, ശൈത്യ, ബിൻസി ഇവരൊക്കെ ഹൗസിനുള്ളിലേക്ക് പ്രവേശിച്ചു. ശൈത്യ പട്ടാഗേൾസിന്റെ കൂടെ അങ്ങ് നടക്കുകയായിരുന്നു കേട്ടോ. കൂടുതലും ആദിലയോട് ക്ലോസ് ആയ പോലെ തോന്നുന്നു. അനുവിനെ ഇത്തിരി മൈൻഡ് ഇല്ലാത്ത പോലൊക്കെ തോന്നി. പക്ഷെ ഇപ്പൊ ലൈവിനകത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇരിക്കൂ എന്നുള്ള രീതിയിലൊക്കെ ഫോമലായിട്ടൊക്കെ ഇത്തിരി മിണ്ടുന്നുണ്ട്. പിന്നെ ബിൻസി നെവിന്റെ കൂടെ ആയിരുന്നു. അന്ന് നീ പ്രപ്പോസ് ചെയ്തപ്പോ ഞാൻ യെസ് പറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ ബിൻസി പറയുന്നതായിട്ട് കേട്ടിരുന്നു. പിന്നെ കൂടുതലും കണ്ടത് മുൻഷി രഞ്ജിത്തിന്റെ തോലി ഒരിപ്പിക്കുന്ന ലെവലിലുള്ള ഓരോ ക്രിഞ്ച് തമാശകളാണ്. ക്യാമറകളോട് വെറുതെ സംസാരിക്കുന്നു. പിന്നെ ഈ സീസണിൽ ഞാൻ ഉടനീളം ഉണ്ടായിരുന്നു. ഫസ്റ്റ് വീക്ക് ഉണ്ടായിരുന്നു, പിന്നെ ലാസ്റ്റ് വീക്ക് ഉണ്ട്. ഇടയ്ക്ക് ഒരു 10-90 ദിവസം ലീവ് എടുത്ത് ഞാൻ വീട്ടിലിരുന്നു എന്ന് മാത്രം. എന്തൊരു തമാശയാണെന്ന് നോക്കിയാണ്. തമാശക്കാരനായി പെട്ടെന്ന് ഈ തമാശയൊക്കെ ഫസ്റ്റ് വീക്ക് കാണുകയായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്നേനെ. ഒന്നുമില്ലാതെ ബോറ് ഗെയിം കളിച്ച് പുറത്തായതാണ്. ഓക്കെ, ഇത് കേട്ട് അനീഷും ഷാനവാസും ചിരിക്കുന്നതായിട്ടൊക്കെ കണ്ടിരുന്നു. പിന്നെ മുൻഷി അനീഷുമായിട്ട് അടി ഉണ്ടാക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചവരായിരിക്കും ഭൂരിഭാഗം പേരും. അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഒരു സംസാരമാണ് ഉണ്ടായത്. ഇനി ആ കാര്യത്തെ പറ്റി സംസാരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് അനീഷ് തറപ്പിച്ച് പറയുന്നു. ആ ഒരു കാര്യത്തെ ബഹുമാനിച്ചുകൊണ്ട്, അനീഷ് പറഞ്ഞ ആ ഒരു കാര്യത്തെ ബഹുമാനിച്ചുകൊണ്ട് മുൻഷി സംസാരം അവസാനിപ്പിക്കുന്നുണ്ട്. പ്രോമോയിൽ കണ്ട പോലെ തന്നെ അനീഷ് നല്ലൊരു റിപ്ലൈ കൊടുത്ത് വായ അടപ്പിച്ചു എന്ന് പറയുന്നതാവും കറക്റ്റ്. അനീഷ് പറയുന്ന കാര്യത്തിൽ തേർഡ് പാർട്ടി എന്നൊരു പോയിന്റ് ഉണ്ട്. അങ്ങനെ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ മൂന്നാമതൊരാള് അഭിപ്രായം എന്റെ കാര്യത്തിൽ പറയണ്ട. എന്തിനാണ് എന്റെ കാര്യത്തിൽ മൂന്നാമതൊരാൾ പറയുന്നത്? ഇത് ഞാനും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും തമ്മിലൊരു ഒത്തുതീർപ്പിൽ എത്തി. പിന്നെ അനുമോൾ ആ വഴി വന്നപ്പോ എനിക്ക് PR ഇല്ലാത്തൊരു ചായ തരുമോ, കൊച്ചിയിലൊക്കെ PR എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണെന്നൊക്കെ പറഞ്ഞ് അനുമോൾ കിട്ടും കൊട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എല്ലാം കാണുക കേട്ടോ. ഇതെല്ലാം ലൈവിനകത്ത് കാണിച്ച കാര്യങ്ങളാണ്. ആകെ മൊത്തം ബിഗ് ബോസ് ഹൗസ് ഓൺ ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണാനായിട്ട് പറ്റുന്നത്. കൂടുതൽ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം.